ഇതാണ് ബസ് സ്റ്റാൻഡിന് വേണ്ടി അക്വയർ ചെയ്യാൻ പോകുന്ന സ്ഥലം. അതാണ് എനിക്ക് കിട്ടേണ്ട സ്ഥലം. ഇതിനിടയ്ക്ക് ഒരു ചതി നടന്നു. നീയൊന്ന് സാക്ഷാൽ പുലിയാകണം പ്രഭാകര. അസീസ്ക പറഞ്ഞാ മതി. ആരാ കേസ് ഇട്ട്? പരുന്ത്. പുരുഷോ? എന്താണ്ടാ ആ പേര് കേട്ടപ്പോ പുലി എലിയായ? അല്ല, പരുന്തായതുകൊണ്ട് കണ്ടു കളിച്ചില്ലെങ്കിൽ കളി കാര്യാവും. ഒന്ന് കാര്യമായിട്ട് തന്നെ കളിക്കണം. ബസ് സ്റ്റാൻഡ് വിഷയം നാട്ടുകാർ അറിഞ്ഞുമ്പോ അറിയാലോ, ഇപ്പൊ ഇവിടെ ഉള്ളതിന്റെ 10 ഇരട്ടിയാവും ഭൂമിയുടെ വില. ഭാവിയിലെ കോഴിക്കോട് ഇവിടെ തന്നെയാ. ഒക്കെ നടക്കണമെങ്കിൽ ആ പറഞ്ഞ 2.5 ഏക്കർ അതുകൂടെ കിട്ടിയാലേ ഒരു സ്ക്വയർ പ്ലോട്ട് ആവുള്ളൂ. അതിനിടയ്ക്ക് ഇപ്പോഴത്തെ സ്ഥലത്തിന്റെ ഉടമ ക്നാപ്പിന് ഒരു ബീരാങ്കോയെ ഒന്ന് പുറകോട്ടടിച്ചത്. കാശ് കൂട്ടി കൊടുക്കാന്ന് പറഞ്ഞു നോക്കി, അടുക്കുന്നില്ല. പരുന്ത് നേരിട്ടിറങ്ങിയോ? ഏയ്, ബിനാമി ഒരു വിജയൻ, ഇടനിലക്കാരൻ ആ പൂജപ്പുരം മഹേന്ദ്രൻ തിണ്ടി. ഇക്കളിയില് പരുന്ത് ജയിച്ചൂടാ. പറഞ്ഞ സമയത്ത് രജിസ്ട്രേഷൻ നടക്കണം. പരുന്തിന്റെ ബിനാമി വിജയന്റെ പേരിലല്ല, ഇന്റെ പേരില്, കല്ലായി അസീസിന്റെ പേരില്. വിജയ, അവിടെ ഒരു 2 ഏക്കർ സ്ഥലത്തിന്റെ കച്ചവടം കൊണ്ട് മലമറിക്കാനല്ല, അസീസിനൊന്ന് ഓഫ് സൈഡ് കയറി കളിക്കാൻ. അവിടത്തെ അവന്റെ ഏർപ്പാടൊന്ന് പൊട്ടിക്കാൻ. ഞാനാരാ വിളവൻ? പിന്നെ ബിനാമിയായിട്ടാണെങ്കിലും ഈ കോഴിക്കോട് സിറ്റിക്കടുത്ത് നിന്റെ പേരിലും കിടക്കട്ടോ കുറച്ച് ഭൂമി. എന്തേ നല്ലതാ. അവസാനം എന്നെ പറ്റിച്ച് ഭൂമിയും കൊണ്ട് പോയാലുണ്ടോ കഴുത്തിന് ഞാൻ കയറ്റും കത്തിട്ടാ. പുരുഷനോട് ആര് കളിക്കാൻ? വേളവൻ. നാളെ സമയത്തിന് രജിസ്റ്റർ നടക്കണം. കാര്യങ്ങളൊക്കെ ആ പൂജപ്പുരം മഹേന്ദ്രൻ നോക്കിക്കോളും. അടിച്ചുകൂടെ അസീസിനൊരു പെനാൽറ്റി, ഗോൾ ഉറപ്പാ. അങ്ങനെ വരി. രജനിയണ്ണന്റെ പൊളപ്പ അടികൾ കണ്ട പെണ്ണെ അങ്ങനെ പൊളന്നോളന്ന് തള്ളി. തള്ളേ, എന്റെ കൈ കാലൊക്കെ എനിക്ക് വിരിവിരാന്ന് പറഞ്ഞു. തള്ളേ, ചെക്ക് ആള് പറഞ്ഞു. മോളെ എടുത്ത് മടിയിലോട്ട് ഇരുത്തിക്കോ. ഇവക്ക് ടിക്കറ്റ് എടുത്തിട്ടില്ല. ഇവക്ക് 1.5 വയസ്സേ ഉള്ളേ. മഹേന്ദ്ര മുതലാളിയെ കാണാൻ ആരോ പുറത്ത്. അത്യാവശ്യം അത്രേ. രജനിയണ്ണ ഇങ്ങനെ പറന്ന് അടിക്കുമ്പോ ഞാൻ ഇവിടുന്ന് ഇറങ്ങി പോയാ അങ്ങനെ. എന്തിനും 10 കാശ് കിട്ടുന്ന കാര്യമായിരിക്കും. ഇറങ്ങിപ്പോയി നോക്ക് മനുഷ്യൻ. ശരിയാ, പെണ്ണുങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ എന്നെ പോലെ മാന്യന്മാരായ ആണും പെണ്ണും കൊട്ടൻ അത് കേക്ക് തന്നെ വേണം. ശരി, പിന്നെ ഞാൻ ഇവിടുന്ന് പോണവരെ രജനിയെന്ന് അറിയണ്ട. അറിഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോ കലിപ്പാവും. പോവാണ്. ഈ തല്ല് നീ ചോദിച്ചു വാങ്ങിയല്ലടാ മഹാവേന്ദ്ര. ആണോ? അതേടാ നന്ദി കെട്ടവനെ. പറ്റിപ്പോയ അസിസിക്ക. അറിയാലോ പുരുഷന്റെ സ്വഭാവങ്ങള്. ഈ ഭൂമി കച്ചവടത്തിന് ഒന്ന് കൂടെ നിന്ന് കൊടുക്കണമെന്ന് പറഞ്ഞു. നിന്നില്ലേ പിണങ്ങും. പിണങ്ങിക്കഴിഞ്ഞാൽ എന്റെ നട്ടും ബോൾട്ടും ഓരോന്നായിട്ട് പുരുഷ അഴിച്ചടിച്ചെടുക്കും. പേടിച്ച് പെട്ടുപോയതാ. ക്ഷമിക്കണം ഭായി. തിരുവനന്തപുരത്ത് നിന്ന് കുറ്റിയും പറിച്ചുകൊണ്ട് വരുന്ന കാലം തൊട്ട് എനിക്ക് അറിയാവുന്നതാണല്ലോ മഹേന്ദ്രൻ എന്ന മഹാവേന്ദ്ര. നിന്നെ നീ എനിക്കൊരു പാര പണിത് പരുന്തിന്റെ കൊടുത്തിട്ട് അതിന്റെ പങ്ക് വാങ്ങി തിന്ന് വീട്ടിലിരിക്കാന്ന് വിചാരിച്ചോ? ഒറ്റ ചവിട്ടിനെ ചെറുകൊള്ള നീ ചവിട്ടരുത്. എനിക്ക് കർണേര ഓപ്പറേഷൻ കഴിഞ്ഞാണ്. നിനക്ക് നിന്റെ അസുഖടാ കളിക്കാൻ ഇറങ്ങിയിരിക്കുക അസീസിനോട്. എനിക്കിപ്പോഴും മനസ്സിലാവാത്തത്, നിങ്ങൾ അവിടെ സ്ഥലം വാങ്ങുന്നു വെച്ച് എനിക്ക് വാങ്ങിച്ചു കൊടുക്കുന്നുണ്ടോ? വേണ്ട, നീ ഒലക്ക വാങ്ങും. ഒലക്ക എന്തിനു വേണ്ടിട്ടായിരുന്നു ഈ കളി? കാശോ? നിനക്ക് എത്ര വേണം? ഞാൻ തരാം. അതല്ല, പരുന്തിന്റെ കൂടെ കൂടി ഇക്കളിയിൽ എന്നെ തോൽപ്പിക്കാനാണെങ്കില് ഞാൻ എപ്പ ജയിച്ചു എന്ന് ചോദിച്ചാ മതി കേട്ടോ. എന്താ പേരാനിക്ക, നിങ്ങളോട് ഇനി ഒന്ന് പ്രത്യേകം പറയണോ? അസീസിന് അറിയാലോ ഞാൻ എന്റെ ബുദ്ധിമുട്ടുകൊണ്ടാ ഇത് വെക്കണ. 1 ഉറുപ്പ്യ കൂട്ടി കിട്ടിയ സന്തോഷം തന്നെയാ. പക്ഷേങ്കിലേ അന്നൊരു വില പറഞ്ഞുറപ്പിച്ച് ഇവരോട് എഗ്രിമെന്റ് ആക്കിയതല്ലേ. അന്ന് എഗ്രിമെന്റ് ഒപ്പിട്ട് നിങ്ങൾ രണ്ടാളും തന്നെയല്ലേ ഈ നിക്കണത്. പൂജപ്പുരയ്ക്കും വിജയേട്ടനും നല്ലൊരു സൽക്കാരം. ബോംബെ ഹോട്ടലിൽ നിന്ന് അസല് കോഴി ബിരിയാണി, പാരഗണിയിൽ നിന്ന് നല്ല കല്ലുമേക്കാ പൊരിച്ചത്. തിന്നും കുടിച്ച് ഇവിടെ ഇരിക്കുക. ഒരു മേൽനോട്ടത്തിന് ഇവരിവിടെ ഉണ്ട്. ബീരാനൊക്കെ എന്റെ കൂടെ വരിക, എന്നിട്ട് ആ സ്ഥലം എന്റെ പേരിൽ രജിസ്റ്റർ ചെയ്ത് തരിക.
വിചാരിച്ചേലേറെ കാശും വാങ്ങി സന്തോഷമായിട്ട് കുടിയിലേക്ക് പോവാ. പുലി, ഈ എഗ്രിമെന്റ് സ്വർഗത്തിലേക്ക് അയച്ചേക്ക. ഈ പണ്ടാരം വലിച്ചു കയറ്റി കളിക്കാനിരുന്നാലേ കാശ് കാശിക്ക് പോവും. ഒരെണ്ണം ഒഴിക്കട്ടെ? നമുക്ക് വേണ്ടേ. കള്ളുകൂടി ആപത്ത്, തടിക്ക് കീട്, കീശയ്ക്ക് മോശം. അതിന്റെ ആളല്ലേ നിങ്ങളുടെ ഉത്സാഹ കമ്മിറ്റി കുറുക്കൻ കുമാരേട്ടൻ. ഒഴിച്ച് കൊടുക്കി കുമാരേട്ടാ, ചെല്ലടങ്ങട്. അതെന്താടോ ഒരാക്കല്? ഇനി എന്താ ആക്കാൻ കുമാരേട്ടാ, ആയിപ്പോയില്ലേ? 1,00,000 വൈകുന്നേരം മറക്കണ്ട. 1-2 ചെക്കൊന്ന് ഒപ്പിട്ടിങ്ങടെ തന്നേക്ക്. എന്നിട്ട് വെള്ളമടിക്കാതെ കളിച്ച് നേടി നല്ല കുളിച്ച് കുട്ടപ്പനായിട്ടിരിക്കും. വൈകുന്നേരം ഞാൻ ഇങ്ങോട്ട് വരണ്ട്. ഒരു ചെറിയ സ്ഥലത്തിന്റെ രജിസ്ട്രേഷൻ ഉണ്ട്. ചുരുക്കത്തിലെ കോഴിക്കോട്ടങ്ങാടി മുഴുവൻ രജിസ്റ്റർ ആക്കുവോ? എവിടെ, നമുക്ക് ഈ ചെറിയ കളിയല്ലേ. കാശുണ്ടാക്കാൻ ഇവനെയൊക്കെ കണ്ടുപഠിക്കണം. ഇതെന്ത് നീ കൊള്ളപ്പലിശയല്ലേ? കാര്യം നടക്കണമെങ്കിൽ ഇവരൊക്കെ തന്നെ വേണം. ഒരു അത്യാവശ്യ ഘട്ടത്തില് അല്ലാതെ ആര് പണം തരുന്ന? അങ്ങനെയൊക്കെ ആയിപ്പോയില്ലേ നമ്മുടെ സാമൂഹ്യ സാമ്പത്തിക സംസ്കാരം. അതുകൊണ്ട് തന്നെ ഇത്തരം ആന്റി സോഷ്യൽസ് തടിച്ചു കൊഴുക്കുന്നു. ദരിദ്രൻ പൂർവാധികം ദരിദ്രനായി മാറിക്കൊണ്ടിരിക്കുന്നു. ഇതാണ് ഇന്ത്യ. പുരുഷൻ എന്താ കണ്ടിട്ട് തോന്നണില്ലേ? ബാക്കിയോടെ കാണിക്കണം. കാണിക്കാം. കാണിക്ക്. തന്നെ ഒന്ന് കാണാനാ വന്നത്. കണ്ടല്ലോ, നീ പോട്ടെ. അങ്ങനെ പോയാലോ? ചക്ക, വെയിലിരിക്കണ പാമ്പിനെ എടുത്ത് കഴുത്തിൽ വെക്കാൻ ആളെ ഇട്ട് വന്നിരിക്കുക. കൈയെടുക്ക്. ഇല്ലെങ്കിൽ നമുക്ക് തുടങ്ങാലോ. പുരുഷു, ചെറിയൊരു അടി കിട്ടിയിട്ടുണ്ട് നമുക്ക്. അവിടെ ഉണ്ടോ അടി? ഇവിടെ ഞാനൊരു കൂട്ടത്തിൽ പങ്കെടുത്തോണ്ടിരിക്കുക. അല്ല, അവിടെ ആരാടി? അസീസ, നിന്നോട് പറയാൻ പേടിച്ചിട്ട് വിജയൻ എന്നെ വിളിച്ച് വിവരം പറഞ്ഞു. അസീസ സ്ഥലത്തിന്റെ രജിസ്റ്റർ നടത്തി. ആ പൂജപ്പുര മഹേന്ദ്രൻ കൂറുമാറി കളിച്ചു വന്നു. എന്റെ അണ്ണ, നിങ്ങളൊരു സംഭവം തന്നെ കേട്ടാ. സംഭവിക്കും. എന്റെ ചാവടിയന്തരം. പിന്നെ എടി ആർത്തി പണ്ടാരം, ഒരു കൊടുഞ്ചകത്താനെ ചതിച്ചതിന് വേറൊരു പെരുഞ്ചകത്താൻ തന്ന കാശ. എന്റെ ശ്രീപത്മനാഭനാണ് ഉറപ്പ്. പുരുഷന്റെ ഒരടി, ആ ഒരൊറ്റ അടിക്ക് ഞാൻ 3 മുറി 7 അടുക്കളയാവും. പിന്നെ അവൻ ആര്?
അതിയാന്റെ കയ്യിൽ നിന്ന് നമ്മൾ 3 രൂപ പലിശയ്ക്ക് കാശ് വാങ്ങി 5-നും 10-നും പുറത്തു കൊടുക്കുന്നു. അതിനെ അങ്ങേര് തന്നില്ലെങ്കിൽ വേണ്ട. നിങ്ങൾ അസിസ്കാന്റെ കൂടെ കൂടുന്നേ. അപ്പോ എല്ലാത്തിനും ഒരു മാർഗം കാണും. മാർഗം ഒന്നേ ഉള്ളൂ. വായിൽ നന്നായി തുണി തിരികെ വെക്കണം. പുരുഷുവിന്റെ അടി കിട്ടുമ്പോഴുള്ള നിലവിളി നാട്ടുകാർ കേട്ട് നാണക്കേടുണ്ടാവാതിരിക്കാൻ. അങ്ങനെയെങ്കിൽ അങ്ങനെ. രൂപ കുറെ കൈ കിട്ടിയല്ലോ. 2 അടി കൊണ്ടാലും വേണ്ടില്ല. നമുക്കേ 2 പെൺകുട്ടികളാ. യഥാർത്ഥത്തിൽ നീയാണ് ഒരു സംഭവം. കെട്ടിയവനെ തട്ടിയിട്ടായാലും കുട്ടികളെ സേഫാക്കുന്ന മഹാസംഭവം. ഇങ്ങനെയുള്ള കൂതറകളെ തന്നെ വേണം ഭാര്യയായിട്ട് കിട്ടാൻ. എന്റെ ശ്രീപത്മനാഭ സ്വാമി, കരുതിക്കൂട്ടി ചെയ്തല്ല പുരുഷോട്ട. അടി സഹിക്കാൻ പറ്റാണ്ടായപ്പോ അങ്ങനെ ഒരു കടുകൈ ചെയ്യേണ്ടി വന്ന്. എന്റെ ശ്രീപത്മനാഭനാണ് സത്യം. ഇനി മേലിൽ ജീവൻ പോയാലും പുരുഷോടനെ വിട്ടുള്ള കളിയില്ല. പൊറുക്കണം, എന്റെ 2 പെൺമക്കളെ ഓർത്ത് പൊറുക്കണം. മക്കളെന്തള്ളയിലും ഓർത്തൊന്നും പൊറുക്കൂല പുരുഷോത്തമൻ. പക്ഷെ ഒരു നായെ കൊന്നിട്ട് ജയിലിൽ പോകാൻ എനിക്ക് ഒഴിവില്ലാഞ്ഞിട്ടാ. എനിക്ക് പല്ലുവനെയാണ്. എന്നെ ഏമാത്തിയതിന് അസീസ് തന്ന പണം ഇതെന്റെ ഇരിക്കട്ടല്ലേ. ഇതിപ്പോ എന്റെ പണം വെച്ചോ. കോഴിക്കോട് ഇനിയും ഭൂമി കച്ചവടങ്ങൾ ഒരുപാട് നടക്കാനുണ്ട്. ഓർത്തോ, അസീസിനോടും പറഞ്ഞ. എനിക്ക് തലവേദനയുണ്ട്. ഇല്ലെന്ന ജീവിതത്തിൽ ഇനി എനിക്കൊരു അസീസും ഇല്ല. എനിക്ക് പുരുഷെണ്ണം മാത്രം. ഞാൻ വീട്ടിലെത്തിക്കോളാം. സത്യമായിട്ടും തന്നെ ഞാൻ വരും. വലൈക്കുസ്ലാം ഹബീബേ. അങ്ങനെ ആ സ്ഥലം എന്തെങ്കിലായിടൂ. പരുന്തിനിട്ടൊരു പണി കൊടുക്കേണ്ടി വന്നു. പിന്നെ എന്റെ കെയർ ഓഫിലാ എന്റെ കുറെ കാശും വാങ്ങി മുങ്ങിയത്. മൊഞ്ചത്തി ടെക്സ്റ്റൈൽ സുലൈമാനാജി. ഇപ്പൊ പലിശയില്ല മുതലുമില്ല. പൊടച്ച റബ്ബാണേന ആലമ്പാക്ക് കേട്ടറാ. പിന്നെ ഞാൻ ജയിച്ചോ? തോറ്റില്ല. തോൽക്കരുത്. നീ തോറ്റ മത്സരിക്കാൻ ആളില്ലാതാവും എനിക്ക്. എന്നെ തല്ലാനോ കൊല്ലാനോ നീ കുറെ ചെക്കന്മാരെ പറഞ്ഞയച്ചു. ഞങ്ങൾ തമ്മിലൊന്ന് തട്ടിമുട്ടി പിരിഞ്ഞു. എന്നെ തീർക്കാനേ ആ ചെക്കന്മാര്. ഇത് അങ്ങനെ എളുപ്പത്തിൽ തീരുന്ന കഥയെല്ലാം നിനക്ക് അറിഞ്ഞൂടെ അസീസേ? ഗർഭത്തിലിരിക്കുമ്പോ കുത്തിക്കലക്ക് കളയാൻ നോക്കിയതാ എന്റെ തള്ള. നടന്നില്ല. മൂത്തുപോയിരുന്നു ഇത്രയന്ന്. എന്ന് വെച്ചാൽ ആദ്യം കൊല്ലാൻ നോക്കിയതിന്റെ തള്ളയാണെന്ന്. പിന്നെ പലരും പല വിധത്തിൽ. ഇപ്പൊ നീയും. ഈ കഥയിൽ നീയൊരു നായകൻ, ഞാനൊരു വില്ലൻ. ഞാനൊരു നായകൻ, നീയൊരു വില്ലൻ. അങ്ങനെയൊന്നും ഇല്ലാട്ടോ. നമ്മള് രണ്ടാളും വില്ലന്മാരാ. ലോകത്തൊരു കഥയിലും വില്ലന്മാര് ജയിച്ചിട്ടില്ല. വില്ലന്മാര് ജയിച്ച ചരിത്രമില്ല. ഇതാണ് ഭൂമി. ഈ ഭൂമിയിൽ തന്നെയാണ് നീയും ഞാനും തീരാനുള്ളത്. ഇതാണ് ഇന്ത്യ. ഇത് കേരളം. ഇവിടെ എവിടെയാണ് കോഴിക്കോട്. ഈ കോഴിക്കോട്ട് നമ്മൾ രണ്ടാളും കുറെ കാലം വേണം. എന്നിട്ട് മാനാഞ്ചിറയും മുതലക്കുളവും സ്റ്റേഡിയം ഗ്രൗണ്ടും റെയിൽവേ സ്റ്റേഷനും കല്ലായിപ്പുഴയും കുറ്റിച്ചിറയും ഒക്കെ നമ്മൾ രണ്ടാളും കൂടെ വാങ്ങി വിറ്റും കളിക്കണം. അക്കളി നാട്ടുകാരെല്ലാരും കണ്ടു നിൽക്കണം. നമ്മൾ തമ്മിൽ എപ്പോഴും കണ്ടോണ്ടിരിക്കണം. കാണണം. അസീസ് ആയാലും താനായാലും ഞങ്ങൾക്ക് ഒരുപോലെയാണ്. ഞങ്ങളുടെ ഡെപ്പോസിറ്റ് സേഫ് ആയിരിക്കണം, നല്ല ഇൻട്രസ്റ്റും കിട്ടണം. MLA ആയ ഞാനും പോലീസ് ഓഫീസറായ JJ ഒക്കെ ഈ വക ഏർപ്പാട് നിൽക്കുന്നത് തന്നെ നന്നാക്കാൻ വേണ്ടിട്ടല്ലോ. ഞങ്ങൾ നന്നാകുന്ന കൂട്ടത്തിൽ താനും അങ്ങ് നന്നായിക്കോ. എന്തേ അങ്ങനല്ലേ? അതെ അതെ. വാഴ നനയുന്ന കൂട്ടത്തിൽ ചീരയ്ക്ക് ഒരു ഇത്തിരി നനവും. ഞാൻ ഇക്കാലം അത്രയും അങ്ങനെ തന്നെ അല്ലേ. ഇപ്പൊ എന്താ പുതുതായിട്ട്? അക്കാര്യം പറയാനാ തന്നെ വിളിപ്പിച്ചത്.
അസീസ് വിളിച്ചിരുന്നു. അവന്റെ ഒരാളായിട്ടാണ് കുമാരൻ വന്നിരിക്കുന്നത്. കുറുക്കേട്ടന് ഇപ്പൊ അസീസിന്റെ വലം കൈയാണെന്ന് ഞാനും അറിഞ്ഞു. എനിക്കൊരു പേരുണ്ട്, അത് കുറുക്കൻ എന്നല്ല, കുമാരൻ എന്നാ. പുരുഷോത്തമൻ എന്ന് പേരുള്ള എന്നെ നാട്ടുകാർ പരുന്ന് വിളിക്കണ്ടല്ലോ. പേരെടുക്കാന്ന് വെച്ചാൽ പ്രസിദ്ധനാകാന്ന. അത് ആർക്കാ ഇഷ്ടമല്ലാത്തത്? എനിക്കിഷ്ട. നിങ്ങൾ കുറുക്കനും പരുന്ന് കളിക്കാതെ കാര്യത്തിലേക്ക് വാ. നീ ഇപ്പം ഇവരെ പോലെ പുറത്തറിയാൻ പാടില്ലാത്ത VIP ആയ ഡിപ്പോസിറ്റേഴ്സിന് കൊടുക്കുന്നത് 3% ഇൻട്രസ്റ്റ് ആണല്ലോ. അസീസ് അത് 4 വെച്ച് കൊടുക്കാന്ന്. എന്തേ? നിങ്ങളാണോ സത്യം? ഇക്കാര്യം ഞാൻ നിങ്ങളോട് അങ്ങോട്ട് പറയാനിരുന്നതാ. കുറുക്കേട്ടൻ പറഞ്ഞ 4 അല്ല 4.5 വെച്ച് നിങ്ങൾക്ക് തരണമെന്ന്. ബ്ലേഡ് ഭൂമി കൊട്ടേഷൻ മാഫിയകളെയൊക്കെ സർക്കാർ അതിശക്തമായിട്ട് നോട്ടയിട്ടിട്ടുണ്ട്. ഈ സർക്കാർ എന്ന് പറയുന്നത് ഇതുപോലുള്ള MLA-മാര് സാറന്മാരും അതിന്റെ മുകളിലുള്ള മാന്ത്രികന്മാരും സാറന്മാരും അതിന്റെ മുകളിലുള്ള മുഖ്യമാന്ത്രികൻ സാറും ഒക്കെ അല്ലേ? സാറ് ധൈര്യമായിട്ടിരി സാറേ. അതല്ല, ഒരുവിധപ്പെട്ട ബ്ലേഡൊക്കെ ഒടുവിൽ ഒരു പൊട്ട് പൊട്ടാറുണ്ട്. നിന്നെ പോലുള്ള വേന്ദ്രന്മാര് മുങ്ങിയിട്ടുമുണ്ട്. വല്ലതും പറ്റിയ ഞങ്ങൾ അവിടുന്ന് ഇവിടുന്ന് കൈക്കൂലി വാങ്ങിയും പിടിച്ചു പറിച്ചു ഉണ്ടാക്കിയ കാശ. എന്റെ ജീവൻ പോയാലും നിങ്ങളുടെയൊക്കെ പുണ്യപ്പെട്ട ഒറ്റ പൈസ പോവില്ല. മതിയല്ലോ, ഇനി ഞാൻ പോട്ടെ. അപ്പോ 4.5. 3 വട്ടം ഉറപ്പിച്ചു. ഒരു MLA നിരപ്പനും CI കോപ്പനും കൂടെ ഒരു മഹാകള്ളം കുറുക്കനും 4.5 വലത്തണത്രേ. നിന്റെയൊക്കെ അമ്മായിയമ്മനെ 1.5 ഉടുപ്പിക്കടാ ഞാൻ. ദയവ് ചെയ്ത് ഇത് ചെയ്യരുത്. കുറച്ചു ദിവസം കൂടി എനിക്ക് സമയം തന്നാ മതി. ഒക്കെ ഞാൻ തന്ന് തീർത്തോളാം. ഒരു 5 ദിവസത്തെ അവധി. കർത്താവിനെ ഓർത്ത് എന്റെ കുടുംബത്തെ തെരുവിലേക്ക് ഇറക്കരുത്. ഞാൻ കാല് പിടിക്കാം. അതെ, ആളിറങ്ങി. അവിടെ പറഞ്ഞാ മതി. ഇത്രയും ചെറിയ ഏരിയ നിർത്താൻ ഇത്രയും നേരം വേണോടാ കുണ്ടന്മാരെ? പടക്കം പൊട്ടമല്ല, ടപ ടപ ടപേ നടക്കേണ്ട കാര്യങ്ങള്. പ്ലീസ്, ഞാനും എന്റെ കുടുംബം ആത്മഹത്യ ചെയ്യേണ്ടി വരും. ഇങ്ങനെ ചെയ്യരുത്. ആത്മഹത്യ ഇപ്പൊ നമ്മുടെ നാട്ടിലെ ഏറ്റവും വലിയ ഫാഷൻ അല്ലടോ. ജീവിക്കാൻ പറ്റാത്തവരൊക്കെ പോയി ചത്തോളുക. വെറുതെ നിന്ന് നേരം കളയാതെ പോയി ചാവടോ. പണത്തിന് അത്യാവശ്യം വരുമ്പോ ഈ പുരുഷോത്തമൻ തന്നെ വേണോ അല്ലടോ? കൊള്ളപ്പലിശക്കാരൻ. സത്യത്തിൽ ആരെയാ പറ്റിക്കുന്നേ? എന്റെ പൈസ വാങ്ങി കൊണ്ടുപോയി തിന്ന താനോ അത് ചോദിക്കാമെന്ന ഞാനോ? താൻ പോയി ചാവടോ. ഞാൻ ഒരുപാട് ചാവടി യന്ത്രം കണ്ടതാ. വേടാ. ഇല്ല, ഞാൻ സമ്മതിക്കില്ല. ചത്താലും സമ്മതിക്കില്ല. ഞാൻ സമ്മതിക്കണ്ട. എന്നാ പിന്നെ നിന്നെ തൊടാ. ഇതുപോലുള്ളൊരു മുതല് കയ്യിലുള്ളപ്പോ തനിക്ക് എന്താ അബ്രഹമായ പണത്തിന് ബുദ്ധിമുട്ട്? നാട്ടുകാർക്ക് തൊട്ടുകൂട്ടാൻ കൊടുത്താ പോരെ? എന്താ ഇത്? എന്ത്? അത് തന്നെ ഞാൻ ചോദിച്ചത്. എന്താ ഇത്? കാണുന്നില്ലേ? കണ്ടു. കാശ് തരാനുണ്ടെങ്കിൽ അത് ഇന്നല്ലെങ്കിൽ നാളെ തന്നിരിക്കും. അതിനിങ്ങനെ അടിക്കാനും തൊഴിക്കാനും അനാവശ്യങ്ങൾ വിളിച്ചു പറയാനൊക്കെ നിങ്ങൾ ആരാന്നാ? എടാ ചെക്കന്മാരെ, ഇത് നമ്മുടെ ഹേമന്ത് ബായിന്റെ മോളല്ലേ? അതിപ്പോ നാട്ടുകാരോട് ചോദിച്ചു ഉറപ്പിക്കണ്ട. അത് തന്നെ. ഡി ബായിന്റെ മോളെ, നിന്റെ തന്തക്ക് ഇതിനേക്കാളും വലിയ പണി കൊടുക്കേണ്ട ടൈം കഴിഞ്ഞു. എന്നിട്ടാണോ നീ എന്റെ മുമ്പിൽ ഇങ്ങനെ ചലിക്കുന്നത്? തരാട്ടോ, നല്ല ഖനത്തിൽ തരാം. ഇതാരാന്നറിയോ? ലച്ചൻ തരാനൊരു തന്ത. ചവിട്ടി കൂട്ടേണ്ട നേരം കഴിഞ്ഞിട്ടും വേണ്ട എന്ന് വെക്കുമ്പോ മോള് ഫൂലൻ ദേവിയായിട്ട് ഇറങ്ങിയിരിക്കുക. വണ്ടി എടുക്ക മക്കളെ. ഹലോ, ആരാണെങ്കിലും പറഞ്ഞോ. പുരുഷേട്ടനാണോ? പുരുഷു ഏട്ടനാണോ അനിയനാണോ എന്നൊക്കെ നമുക്ക് പിന്നീട് തീരുമാനിക്കാം. ഞാൻ വീട്ടിലോട്ട് വരുന്നുണ്ട്. അത് ഇന്ന് വീട്ടിലെന്റെ അനിയത്തിയുടെ കല്യാണ നിശ്ചയം. അതറിഞ്ഞു. അവിടെ വെച്ചാവുമ്പോ നമ്മുടെ കാര്യങ്ങൾക്കും വേഗം ഒരു തീരുമാനം ഉണ്ടാവും. 4 ആളുകളുടെ മുമ്പിൽ വെച്ചാണല്ലോ. എപ്പോ വന്ന്? തുടങ്ങിയോ രാവിലെ തന്നെ കച്ചറ? ഒന്നും പറയണ്ട കുഞ്ഞുക്ക. പൈസ വാങ്ങാൻ വരുമ്പോ ആൾക്കാർക്ക് നമ്മൾ കൺകണ്ട ദൈവങ്ങളാ. തൊഴുത് തഴൽ നിലത്ത് കുത്തും. തിരിച്ചു തരാനും പലിശ തരാനും എല്ലാരും കള്ളന്മാരാ. പിന്നെ നമ്മക്കില്ലാത്ത കുറ്റല്ല. ഉള്ളപ്പലിശക്കാര്, കൊടുവാള്, ബ്ലേഡ്. പലിശപ്പണത്തിന്റെ സമ്പാദ്യം അത് എത്ര കാലം കൂടെ നിൽക്കുന്നു എന്റെ അനുഭവത്തിൽ നിന്ന് പഠിച്ചതല്ലേ.
ഇന്റെ ഇടപാടും കുറിപ്പൈസയും പിരിപ്പിക്കാൻ നടന്നവരല്ലേ ഈ അസീസും. ഹോട്ടലും മരക്കച്ചവടമൊക്കെ ആയിട്ട് ഒരു ചെറിയ മുതലാളി തന്നെ ഇരുന്നോടോ ഞാനും. എന്നിട്ടോ ഇപ്പതാ ഒരു കാലിച്ചായക്ക് കണ്ടോന്റെ മുമ്പ് കൈ കിട്ടാണ് ഞാൻ. എന്തെങ്കിലും ആവശ്യമുണ്ട് എൻ്റെ അടുത്ത് വന്നൂടെ? എന്താവശ്യടോ? ഇന്റെ കാല് മുറിച്ച് മുറിച്ച് മുട്ടോളം മുറിച്ച് ബാക്കി പഴുപ്പ് മേലോട്ട് കയറാൻ തുടങ്ങി. ഇന്റെ കാലിന്റെ കുറച്ച് വേദന ഈ സഹിക്കുമെന്ന് വെച്ചാൽ എന്നെ കൊണ്ട് പറ്റുമോ? അല്ല, ഈയോ അസീസും ഞാൻ എൻ്റെ 2 മക്കളെ പോലെ വളർത്തിയ കുട്ടികളാ. ഓന് കുരുത്തക്കേട് ഇത്തിരി ജാസ്തിയാണെങ്കിലും നിങ്ങൾ ആരാരെ തോപ്പിച്ചാലും എനിക്ക് വേദനാവും. ഈ കാലിന് പകരം ഈ കാല് മുറിച്ചാ എന്താ വ്യത്യാസം? വേദന ഒന്നും തന്നെയല്ലേ. ഞാൻ വന്നത് അതിനൊന്നുമല്ല. എൻ്റെ കാല് കാണിക്കാൻ ബീച്ച് ആസ്പത്രിയിൽ ചെന്നപ്പം എൻ്റെ അമ്മനെ കണ്ടിരുന്നു. ശ്വാസം മുട്ടലാണ് അത്ര. പാവം ഒരു ബാണ്ടക്കെട്ടേറ്റ് അമ്പലങ്ങൾ മുഴുവൻ കയറി ഇറങ്ങി നടക്കുക. അതിനങ്ങനെ അലയാൻ വിടാൻ പാടുണ്ടോ പുരുഷു? അത് അലയേണ്ട ജന്മ, അലഞ്ഞു തന്നെ തീരണം. കുഞ്ഞച്ചാ, വേഗം ഊണ് റെഡിയാക്കി കൊടുത്ത് വിട്ടാ മതി കുഞ്ഞിക്കാന്. ഗുഡ് മോർണിംഗ് പുരുഷുഭായ്. ഞാനൊരു ഗുഡ് മോർണിംഗ് പറഞ്ഞു. അതിന് ചെലവൊന്നുമില്ലല്ലോ, വെറുതെ പറഞ്ഞിട്ടാ മതി. പലിശയ്ക്ക് അവധി പറയുന്ന പോലെ. എല്ലാം ശരിയായി വരുന്നു പുരുഷുഭായ്. മോളുണ്ടല്ലോ ഒരുത്തി, ഒന്നുകൂടെ ഒന്ന് ഒരുങ്ങി ഇറങ്ങാൻ പറ. എല്ലാം എളുപ്പത്തിൽ ശരിയാവും. മൂദേവി എന്തു പറ്റി? നടു റോട്ടിലിട്ട് നടു മോന്തക്കിനെണ്ണം കൊടുക്കേണ്ടതായിരുന്നു. പെണ്ണല്ലേ എന്ന് വെച്ച് വെറുതെ വിട്ടു. അവളൊരു പിടിവാശിക്കാരിയാ. കുഴപ്പം കാണിച്ച് അടി കൊടുക്കണം. കുട്ടിയല്ലേ അവൾ. കുട്ടിയും ചട്ടിയൊക്കെ നിങ്ങൾക്ക്. അതുപോട്ടെ, എന്റെ പൈസ എവിടെ? മാവൂർ റോഡിലെ എൻ്റെ പ്രോപ്പർട്ടിയുടെ കേസ് വിധിയാകാൻ പോവാ. 1 മാസത്തിനകം 1 മഹീനയ്ക്ക് അന്തർ 4-4.5 കോടിയുടെ സ്വത്തല്ലേ. താങ്കളുടെ ഇടപാടെല്ലാം ഞാൻ ഭംഗിയായിട്ട് തീർക്കാം. തീർത്താ വായിക്കൊള്ളാം. അതല്ല, ഞാനാണ് തീർക്കാൻ ഇറങ്ങുന്നതെങ്കിലേ അത് നാട്ടുകാർക്ക് കാണാൻ കൊള്ളൂല. അതിരിക്കട്ടെ, ഇപ്പൊ ഈ അവതരിക്കലും സൂചിപ്പിക്കലും എന്തുദ്ദേശത്തിലാ? മോളുടെ ബർത്ത്ഡേ ആയിരുന്നു. കേസ് വിധിയാകും വരെ ബർത്ത്ഡേ വെയിറ്റ് ചെയ്യില്ലല്ലോ. കാര്യങ്ങളൊക്കെ ഭംഗിയായിട്ട് നടത്തി. ഒരു 50,000 റുപ്പീസും കൂടെ തന്ന് എന്നെ ഒന്ന് സഹായിക്കണം പ്ലീസ്. പിന്നെ ഒലത്തുന്നുണ്ട് ഞാൻ. കേസ് കുന്തം കുടച്ചക്കറോ എന്നൊക്കെ പറഞ്ഞ് 15 ലക്ഷം രൂപ എന്റെ കയ്യിൽ വാങ്ങിച്ചിട്ട് കാലം കുറയായി. മുതലും പലിശയുടെ പലിശ കൂടെ 23 ലക്ഷം രൂപയായി. അതിന് പുറമെയാണ് മോളുടെ ബർത്ത്ഡേ തുളച്ചെന്ന് പറഞ്ഞ 50,000. ഉളുപ്പില്ലൂടോ വന്ന് നിരക്കാൻ. അവനവന്റെ അവസ്ഥയ്ക്കും കഴിവിനും അനുസരിച്ച് ജീവിക്കണം. ഇവിടെ വിളിച്ചു വരുത്തി പലിശയ്ക്ക് പണം കൊടുക്കുന്നവരുണ്ട്. ഞാനിത് വാങ്ങാൻ വരുന്നവരോട് വേണ്ട, പലിശയാണ്, കുന്നുമേൽ കുന്നു മലയായി പർവ്വതമായി വളരും, കയറിയാലെത്തൂല, വാങ്ങിക്കൊണ്ട് പോണ്ടെന്നാ പറയാറ്. കേസിന്റെ ദിവസം എനിക്കറിയാം. അന്ന് ഞാൻ അവിടെ ഉണ്ടാവും. എന്റെ പൈസ കിട്ടിയില്ലെങ്കിൽ തന്റെ ബെഡ്റൂമിൽ കയറി AC ഇട്ട് ഞാനൊന്ന് കിടക്കും. പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് എന്റെയാ ആ വീടും പുറയിടും. അറിയാലോ പുരുഷോത്തമന്റെ വിളവ്. ചെല് സ്ഥലം കാലിയാക്കും. പുറത്ത് ഞാൻ പുറത്തു പോണ എന്റെ പുറത്ത് കയറണം. പുറത്തമ്മ. ആരമ്മ? 3-4 കൊല്ലായില്ലേ എന്റെ മുതലിൽ നിന്ന് എന്റെ കൂടെ. എനിക്ക് അങ്ങനെ ഒരു അമ്മ ഉണ്ടോ? മരത്തലയും നസ്രാണി. ഒന്ന് കാണണമെന്ന് വലിയ ആഗ്രഹമുണ്ടെന്ന് പറഞ്ഞു. ആഗ്രഹം? പണ്ട് ആഗ്രഹം മൂത്ത് കയറ് പൊട്ടിച്ച് വേലി ചാടി എന്റെ പലിശയായി ഞാൻ. കുഞ്ഞമ്മ എന്നാ കുട്ടിക്കാലത്ത് ആ പെണ്ണുങ്ങൾ എന്നെ കൊണ്ട് വിളിപ്പിച്ചിരുന്നത്. വലിയ മനുഷ്യന്മാരെ പറ്റിക്കാം, അത് മിടുക്ക്. അത് ഞാനും ചെയ്തിട്ടുണ്ട്, ചെയ്യാറുണ്ട്. പക്ഷെ കുഞ്ഞുമക്കളെ പറ്റിക്കരുത്. ആ തള്ള എന്താ കരുതിയത്? ഞാൻ വല്ല ഓവുചാലിലും വീണ് ചത്തുപോകുന്നോ? ഇപ്പൊ എന്റെ മോന്നമല്ലൊരു മീശൻ കീശയിൽ കാശ് പോയപ്പോ എന്തേ വരണമെന്നറിയോ? പിരിക്കാൻ, വാടക പിരിക്കാൻ. ഗർഭപാത്രത്തിന്റെ ഒരു 10 മാസം ഞാൻ ആ തള്ളയുടെ വയറ്റിൽ കിടന്നിട്ടുണ്ട്. അതിന്റെ വാടക ഇറങ്ങിയിരിക്കാ തള്ള.
വാടകനത്തിലേക്ക് ഒരു 100 റുപ്യ, നമ്മുടെ വക സൗജന്യം ഒരൊറ്റ ഉറുപ്പ്യം. അങ്ങനെ ഒരു 101 വീശിട്ട് വിട്ടോളാൻ പറ വണ്ടി. ഏതമ്പലത്തിലേക്കാന്ന് വെച്ചാ ഓട്ടെ 101. എത്ര പൈസ നമ്മൾ തിന്നു തൂറിപ്പോണതാ പോയി. അവിടെ ആകെ നട്ടപ്രാന്തെടുത്തിരിക്കുക, കാശും കണക്കും കാര്യങ്ങളൊക്കെ ആയിട്ട്. അതുകൊണ്ട് നിങ്ങൾ കാണണമെന്ന് പറഞ്ഞ കാര്യം ഞാൻ പറഞ്ഞില്ല. പറഞ്ഞാലും വരില്ല, മുഖം തരില്ല. ഒരമ്മയും മക്കളോട് ചെയ്യാൻ പാടില്ലാത്ത തെറ്റാണല്ലോ ഞാൻ എന്റെ കുട്ടിയോട് ചെയ്ത്. എന്നെ കാണാൻ വരില്ല. അവനിപ്പോഴും ആ പഴയ നിറമൊക്കെ ഉണ്ടോ? ആ, തൊലിപ്പുറത്താ നിറമൊക്കെ ഇപ്പോഴും ഉണ്ട്. എന്റെ കുട്ടിയുടെ അകവും പുറമൊക്കെ ഒരുപോലെയാ. അതങ്ങനെ തന്നെയാ എന്നും. ആരോരും ഇല്ല എന്റെ കുട്ടിക്ക്. ഉപേക്ഷിച്ചു പോകരുത് കേട്ടോ. നല്ലോണം നോക്കണം. അതൊക്കെ ഞാൻ ആരാ മൂസേ വിളവൻ? കാശെവിടെ? ഓഫീസിലെത്തിക്കാം, സേഫായിട്ട്. ഇനി എത്രയും വേഗം നിന്റെ ബോംബെക്കാർ കോഴിക്കോട് വിട്ടോളുക. അറിയാലോ അസീസ് ആരാണെന്ന്. ആജി. വിസിറ്റേഴ്സിനുള്ള സമയം കഴിഞ്ഞു. എന്റെ സമയം ഇപ്പൊ ആയതേ ഉള്ളൂ. വേണ്ട, കിടക്ക് കിടക്ക്. ഡോക്ടർ എന്ത് പറഞ്ഞമ്മേ? പരിശോധനയെ കുഴപ്പമൊന്നുമില്ലെന്നാ പറഞ്ഞത്. 2-3 എക്സ്റേയുടെ ഫോട്ടോ എടുത്തു. നെഞ്ചിടിച്ച് കലക്കിയിട്ടില്ലേ മതിയായിരുന്നു എന്റെ കുട്ടിയുടെ. 68 ലക്ഷം ഉറുപ്പിയ പോകാനുള്ളതാണെങ്കിൽ പോട്ടറാ. നിനക്കൊന്നും പറ്റിയില്ലല്ലോ, എനിക്കത് മതി. മോനെ, 1000 റുപ്യക്ക് അച്ഛനെ കൊല്ലണ ഈ കാലത്ത് മോനെ പോലെ ഒരാള്. ഏയ്, പണം വരും പോവും, ഇനിയും വന്നോളും. പാവം, ഇവനാകെ ചാർജ് പോയി കിടക്കുക. ഒന്ന് റീചാർജ് ചെയ്യണം. നമുക്ക് ആപത്തൊന്നും സംഭവിച്ചില്ല. ക്യാൻറ്റീനിൽ പോയി നല്ലോണം കഴിക്കുക. അമ്മയ്ക്കറിയാലോ, ഇവന് മസാല ദോശ ഇഷ്ടം. 2 എണ്ണം ഇങ്ങോട്ട് എടുത്തോളൂ, ഞാൻ ഉണ്ട് ഇവിടെ. ഹേയ്, സാരമില്ല, പണമല്ലേ. ആർക്കാ അത് ഇഷ്ടമല്ലാത്തത്? ആർക്കാ അത് വേണ്ടാത്തത്? പറയ്, എവിടാ എന്റെ പണം? പറയടാ, പറയ്. ആരാ നിന്റെ പുറയില്? ആർക്ക് വേണ്ടിയാ നീ കളി കളിച്ചത്? പറഞ്ഞോ, ആർക്ക് വേണ്ടിയാ? ഇതിൽ നിനക്കെന്ത് കിട്ടി? എത്രയാ നിന്റെ പങ്കെന്ന്? ദൈവസത്യം എനിക്കറിയില്ല. എന്താ പറ്റിയെന്ന് എനിക്കറിയില്ല. അതെങ്കിൽ തന്നേക്ക് സിസ്റ്ററെ, ഞാൻ കൊടുത്തോളാം. മൂന്ന് ദിവസം, 3 ദിവസം എന്റെ കാശ് എന്റെ കാൽക്ക് കൊണ്ട വച്ചിരിക്കുന്നേ. ഇല്ലെങ്കിൽ നിന്റെ ശവം നിന്റെ അമ്മയുടെയും പെങ്ങന്മാരുടെയും മുമ്പിൽ ഞാൻ കൊണ്ട വച്ചിരിക്കും. വിനയ, കല്ലായി അസീസിന്റെ കണ്ണിച്ചോരയില്ലായ്മ നിനക്ക് നന്നായിട്ട് അറിയാലോ. 3 ദിവസം എന്ന് പറഞ്ഞാൽ 3 ദിവസം. അത് തെറ്റിച്ച 4ാമത്തെ ദിവസം അസീസ് നിന്റെ ചീട്ട് കയറും. എന്നുവെച്ചാൽ കല്ലായിപ്പുഴയിലോ അറബിക്കടലിലോ തിരഞ്ഞാലും കിട്ടില്ല നിന്റെ ശവം. പേടിപ്പിക്കാൻ പറഞ്ഞതല്ല. എന്ത് ചെയ്യാൻ ഉദ്ദേശം?
മഹേന്ദ്രൻ അറിയാലോ, അച്ഛൻ മരിച്ചതി പിന്നെ ഈ വീട് പട്ടിണിയാവാതിരിക്കാൻ വേണ്ടി എന്നെ ചേച്ചിയൊന്ന് കെട്ടിച്ചയക്കാൻ കണ്ണി കണ്ട ജോലിയൊക്കെ ചെയ്ത് നോക്കിയിട്ടും നുള്ളിയൊപ്പിച്ച് തോറ്റി നിൽക്കുമ്പോൾ നിങ്ങൾ പറഞ്ഞിട്ടാ ഞാൻ അസീസ്കയുടെ കൂടെ. കുട്ടികളെ അക്ഷരം പഠിപ്പിച്ചിരുന്ന ഒരച്ഛൻ്റെ മോനാ. ഒരാളുടെ ഒറ്റ റുപ്യ പോലും ഭാസ്കരൻ മാഷ് മോൻ പറ്റിക്കില്ല. എൻ്റെ മുന്നിൽ ഇപ്പോൾ ഒറ്റ വഴിയുള്ളൂ, ഞങ്ങൾ നാലും തീരെ. അനിയ, അങ്ങനെയൊന്നും പറയല്ലടാ. പിന്നെ ഞാൻ എന്ത് ചെയ്യണം? ഒരു വഴിയുണ്ട്, ഒരൊറ്റ വഴി. അസീസിനോട് കളിക്കാൻ സേഫായിട്ടുള്ളൊരു വഴി. പരുന്ത് പുരുഷോത്തമൻ.